ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുറുമയുടെ റെസിപ്പിയാണ്. നോർമലി നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഇതൊക്കെ മാത്രമായിട്ടാണ് നമ്മൾ കുറുമ ചെയ്യാറുള്ളത്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്തിട്ടെടുക്കാൻ പോകുന്നത് ഒരു മിക്സ്ഡ് കുറുമയാണ്. അതായത് വെജിറ്റബിൾസും ചിക്കനൊക്കെ കൂടി ചേർത്തിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു മിക്സ്ഡ് കുറുമ ചെയ്യാൻ വേണ്ടി ഞാനിതേ പ്രഷർ കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ മാത്രം മതിയാകും ഈ ഒരു കുറുമ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റു പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ കുക്കർ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കുറുമ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം അതായത് ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ്. അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയുടെ പകുതിയാണ് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് അതും കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളിയുടെ പകുതി എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ എടുക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ഈ ഒരു സമയത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വളരെ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 കാഷ്യൂനട്ട് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ഒരു 10-12 വരെ എടുത്താലും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റും കൊഴുപ്പൊക്കെ കിട്ടും. ഒരു കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തോട് കൂടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് എല്ലാം കൂടെ സോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കുക്കറിൽ നിന്ന് നമുക്കിത് എടുത്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അതിനൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സെയിം കുക്കറിലേക്ക് തന്നെ വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾസ് ഒക്കെയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പയറ്, പിന്നെ വളരെ ചെറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ വളരെ പകുതിയില്ല ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം കട്ട് ചെയ്തും കൂടെ ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ഈ ഒരു ബൗളിന് ഒരു ബൗൾ ചിക്കൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകാണ്. കുരുമുളക് പൊടി നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല പൗഡറും ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതിയാകും. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസും ചിക്കനൊക്കെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെയും ഒക്കെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതേ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം. നമ്മളൊരു 2 വിസിൽ വരുന്നവരെ വേവിക്കുന്നുള്ളൂ. എന്നിട്ട് കംപ്ലീറ്റ് സ്റ്റീം പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന ഗ്രീൻ പീസൊക്കെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് 2 വിസിൽ കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2 വിസിലൊക്കെ വന്നതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റീം പോയതിനു ശേഷം ഞാൻ കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ള ഗ്രീൻ പീസൊക്കെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാണ്. ചെറുതായിട്ട് ഇത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ആ ഒരു മിക്സ്, കാഷ്യൂനട്ടും തേങ്ങ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് അരച്ചെടുക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളം ചേർത്തിട്ട് അത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കരുത്. വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ തന്നെ നമുക്ക് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർത്തിട്ട് എല്ലാം കൂടെ കറക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കറി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ഡ് കുറുമയാണിത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ വളരെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു
ഇതായിട്ടുള്ളൊരു കുറുമയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മുടെ അപ്പത്തിലേക്കും ചപ്പാത്തിയിലേക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്